വ്യത്യസ്തമായ ഒരു തട്ടിപ്പിന്റെ കഥയാണ് മലയോര ജില്ലയായ ഇടുക്കിയിൽ നിന്ന് വരുന്നത്. എവിടെ തട്ടിപ്പ് നടന്നാലും അതിന്റെ ഒരറ്റത്ത് മലയാളി കാണുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒന്നുകിൽ തട്ടിപ്പ് നടത്തിയവർ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായവർ. ഇവിടെ എന്തായാലും രണ്ടു കൂട്ടരും പ്രബുദ്ധ മലയാളികൾ തന്നെ. എന്താ സംഭവം എന്നല്ലേ? ഏലയ്ക്ക അവധി വ്യാപാരത്തിന്റെ മറവിലാണ് ആയിരക്കണക്കിന് ആളുകളെ വഞ്ചിച്ച ഈ തട്ടിപ്പ് നടന്നത്. സാമ്പത്തിക തട്ടിപ്പിനിരയായതോ ഹൈറേഞ്ചിലെ കൊന്നത്തടി പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പാവപ്പെട്ട ഏലം കർഷകർ. മലയോര ജില്ലയായ വയനാടിന് നേരിടേണ്ടി വന്നത് നൂറുകണക്കിന് ആളുകൾക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തിക്കൊണ്ടുണ്ടായ ഉരുൾപൊട്ടൽ എന്ന മഹാദുരന്തമായിരുന്നുവെങ്കിൽ അതേ ജീവിത സാഹചര്യങ്ങളും ജീവിതക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ നൂറുകണക്കിന് ആളുകൾക്ക് നേരിടേണ്ടി വന്നത് ഏലയ്ക്ക അവധി വ്യാപാരം എന്ന പേരിൽ നടന്ന ഒരു തട്ടിപ്പായിരുന്നു. നിരവധി ആളുകളുടെ അധ്വാനവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണീരിൽ അലിയിപ്പിച്ച ഒരു ദുരന്തമായി വേണം ഇതിനെ കണക്കാക്കാൻ. ഇടുക്കിയിൽ അടിമാലിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏലയ്ക്ക തരം തിരിക്കാനായി എൻ ഗ്രീൻ ഇന്റർനാഷണൽ എന്ന പേരിലുള്ള സ്ഥാപനം പാലക്കാട് സ്വദേശിയായ ഒരു വ്യക്തി തുടങ്ങുന്നു. ഏലയ്ക്ക സംഭരിക്കുന്നതിനായി കൊന്നത്തടി പഞ്ചായത്തിൽ കൊമ്പടിഞ്ഞാൽ പ്രദേശത്ത് ഒരു കളക്ഷൻ സെന്ററും തുടങ്ങുന്നു. ആദ്യമൊക്കെ 100 കിലോ വരെ ഏലക്ക എടുക്കുകയും വിപണിയിൽ കിലോയ്ക്ക് ശരാശരി വില 1800 ഉള്ളപ്പോൾ 3000 മുതൽ 3200 വരെ വില നൽകിക്കൊണ്ട് 30 മുതൽ 45 ദിവസം വരെ അവധിയിൽ ഏലക്ക കർഷകരിൽ നിന്ന് സംഭരിക്കുകയും പറഞ്ഞ അവധിയിൽ പണം നൽകുകയും ചെയ്തു. ഇങ്ങനെ പ്രദേശവാസികളായ കർഷകരെ ഈ സ്ഥാപനം വിശ്വാസത്തിലെടുത്തു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രദേശവാസികളായ വ്യാപാരികൾ ഈ നൽകുന്ന അധിക വിലയിൽ എന്തോ കള്ളത്തരമുണ്ടെന്നും രാജ്യത്തിനകത്തും പുറത്തും ഏലയ്ക്കയ്ക്ക് ഇത്ര വില ഇല്ല എന്നും കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും അവധി വ്യാപാരത്തിനായി എത്തിയ വ്യക്തി പറഞ്ഞത് ഏലയ്ക്ക തരം തിരിക്കുമ്പോൾ കിട്ടുന്ന വലിപ്പമുള്ള ഏലയ്ക്കായ്ക്ക് അറബ് നാടുകളിൽ ഉൾപ്പെടെ തനിക്ക് അധിക വില ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് കർഷകർക്ക് അധിക വില നൽകി ഏലയ്ക്ക സംഭരിക്കാൻ സാധിക്കുന്നതെന്നുമാണ്. വില അധികം നൽകുന്നത് കൊണ്ട് നിയമ നടപടികൾ ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല എന്നും കർഷകരുടെ ജാഗ്രത പാലിക്കാനും പോലീസ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ പിന്നീട് അങ്ങോട്ട് കാണാൻ കഴിഞ്ഞത് പരാതി നൽകിയ വ്യാപാരികൾ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളായ രാജാക്കാട്, രാജകുമാരി തുടങ്ങിയ കട്ടപ്പനയിൽ നിന്നുള്ള കർഷകർ വരെ ഈ സ്ഥാപനത്തിൽ ഏലയ്ക്ക നൽകുന്ന കാഴ്ചയാണ്. ഒപ്പം ആദ്യം അധിക വില ലഭിച്ച കർഷകരും പിന്നെ ചിലർ കല്യാണം, പിള്ളേരുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി വെച്ചിരുന്ന പൈസയും ഒപ്പം പണയം വെച്ചും പലിശയ്ക്ക് വാങ്ങിയും പണമുണ്ടാക്കി ഏലക്ക വ്യാപാരികളായി മാറി. ഇവർ ഈ പണം ഉപയോഗിച്ച് റെഡി പൈസ ആവശ്യമുള്ള ആളുകൾക്ക് ഉടൻ പണം നൽകി ഏലക്ക വാങ്ങി ഈ സ്ഥാപനത്തിന് കൈമാറി. സ്ഥാപനം ആദ്യത്തെ 100 കിലോ പരിധി വിട്ട് നിങ്ങൾ എത്ര കിലോ കൊണ്ട് വന്നാലും എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ടും ഒപ്പം ആദ്യം അധിക വില ലഭിച്ച കർഷകരെ സമീപിച്ച് ഇനിയും ഏലക്ക സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തരണമെന്നും ഒരുപാട് ഓർഡറുകൾ ഉണ്ടെന്നും മാക്സിമം 15 ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ഏലക്ക സംഭരിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഏലക്ക വാങ്ങിയ കമ്പനി പണം നൽകാതെ മുങ്ങിയിരിക്കുകയാണ്. കൊന്നത്തടി, രാജാക്കാട്, മുനിയറ, പണിക്കർക്കുടി, പാറത്തോട്, ബൈസൽവാലി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നത്. 10,000 മുതൽ 1 കോടി രൂപ വരെ ലഭിക്കാനുള്ള കർഷകരുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അവധി വ്യാപാരത്തിന്റെ മറവിൽ ഒരു നാടിന്റെ സമ്പത്ത് തന്നെയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നാട് ഇതിനെ അതിജീവിക്കാൻ ഒരുപാട് നാളത്തെ കൂട്ടായ പരിശ്രമം വേണ്ടിവരും. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഈ വ്യാപാര ദുരന്തത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ജോലിയും കൂലിയും നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ നാട് നേരിടുന്നത്. പോലീസ് ഇയാളുടെ പേരിൽ കേസെടുത്ത് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളും രാഷ്ട്രീയ മതസംഘടനകളും മാധ്യമങ്ങളും ഒത്തുചേർന്നുകൊണ്ട് എങ്ങനെ കബളിപ്പിക്കലിന് ഇരയായവരെ സഹായിക്കാൻ സാധിക്കുമെന്ന ആലോചനയിലാണ്.